ഇന്ത്യയുടെ മണ്ണിൽ ഇപ്പോൾ സുവിശേഷ നിമിത്തം അനേക ഇടങ്ങളിൽ ഭയങ്കരമായ ഉണർവ് നടക്കുന്നു. പ്രത്യേകിച്ച് പഞ്ചാബിൽ ആ ന്യൂ ഇയർ സർവീസ് ആ സമയത്ത് അവിടെയുള്ള സഭകൾ മൂന്ന് സഭകൾ അവരൊരുമിച്ച് ഒരു റാലി നടത്തി. ഓരോ ചർച്ചിൻ്റെയും നേതൃത്വത്തിൽ ഒരു 3 ലക്ഷം പേര് വെച്ച് അങ്ങനെ ഒരു 10 ലക്ഷം പേര് രംഗത്തിറങ്ങിയപ്പോൾ തന്നെ പഞ്ചാബിൽ അവർ വഴിയിലൂടെ ഒരു റാലി നടത്തി ഡൽഹി വരെയും ബ്ലോക്കായി പോയി. അങ്ങനെയാണ് എല്ലാവരും ലോകം മുഴുവൻ അറിയുന്നത് ഇന്ത്യൻ ക്രിസ്തീയ സമൂഹം പഴയ സമൂഹമല്ല, ശക്തിയുള്ള സമൂഹമാണെന്ന് ഇന്ത്യയുടെ മണ്ണിൽ ഈ പുതിയ വർഷം ലോകം ഒന്ന് അറിയുവാനും ഞെട്ടുവാനിടയായി തീർന്നു. ഏതെല്ലാം നിലയിൽ ക്രിസ്തീയ സമൂഹത്തെ ഇല്ലാതെയാക്കാൻ പിശാച് എന്തെല്ലാം ചെയ്തു. പിശാചിൻ്റെ കൂടെ പലരും കൂട്ടുനിന്നു. എത്രയോ പേരെ കൊന്നൊടുക്കിയ വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ ഇന്ന് ദൈവരാജ്യം ആർത്തു വളരുന്നു. മദർ തെരേസ പോലെയുള്ള നല്ല ദൈവ മനുഷ്യർ ഈ രാജ്യത്ത് വന്ന് അവർ മിഷണറിമാരായി വന്ന് വിലമുടക്കി വിതച്ചതിൻ്റെ 100 മേനി വിളവ് കൊയ്യുന്ന ഒരു സീസണിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ജനങ്ങൾ വിടുവിക്കപ്പെടുകയും യേശുവിൻ്റെ നാമം ഉയരുകയും ചെയ്യുകയാണ്. അതായത് ഇസ്രായേൽ മക്കളെക്കുറിച്ച് വായിക്കുന്നു, ഫറവോൻ്റെ കാലത്ത്, ജോസഫിനെ അറിയാത്തൊരു ഫറവോൻ ഉണ്ടായ കാലത്ത് ഇസ്രായേൽ മക്കളെ അവർ പീഡിപ്പിക്കും തോറും അവർ പെരുകി ബലപ്പെട്ടു എന്ന് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ പീഡിപ്പിക്കും തോറും പെരുകി ബലപ്പെടുന്ന ഒരു സമൂഹം. ഈ സമൂഹം ബലപ്പെടാതിരിക്കാൻ, പെരുകാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, പീഡിപ്പിക്കാതിരുന്നാൽ മതി. ഇവരെ ഉപദ്രവിച്ചാൽ ഇവർ വർദ്ധിച്ച് പെരുകും. ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ ശക്തരാകും. ഇവരെ ഉപദ്രവിക്കും തോറും ഇവർ വർദ്ധിച്ച് പെരുകും. ഇവരെ നിന്ദിച്ചാൽ ഇവരാർത്തു വളരും. അതാണ് ഇന്ന് നമ്മൾ അറിയേണ്ട ഒരു വലിയ സത്യം. ദൈവസഭ, ഈ ദൈവസഭയെ യേശുവാണ് പണിയുന്നത്. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. പാസ്റ്റർ അല്ല സഭയെ പണിയുന്നത്, അപ്പോസ്തലന്മാരുമല്ല. സഭാവിശ്വാസികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ സഭ പണിയപ്പെടില്ല. യേശുവാണ് സഭയുടെ ശിരസാകുന്ന ക്രിസ്തുവാണ് സഭയെ പണിയുന്നത്. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. പിശാചിന്റെ സാമ്രാജ്യത്തിന് ഭീഷണിയാണ്. പിശാചിന്റെ മുമ്പിൽ ആർത്തു വളരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവസഭയായിരിക്കും. അത് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിന്ന് വന്നിരിക്കുന്ന അന്യായമായ കഷ്ടങ്ങളും ദുഃഖങ്ങളും അത് നിങ്ങളുടെ വളർച്ചയ്ക്കാണ്, നിങ്ങളുടെ ഉയർച്ചയ്ക്കാണ്. നിങ്ങൾക്കെതിരെ സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് തുള്ളിച്ചാടുവിനെന്ന് ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ഭൂമിയിലും മാന്യത, സ്വർഗത്തിലും മാന്യത ഉള്ളൊരു ജീവിതമാണ് വിശ്വാസ ജീവിതം. ഈ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്. യേശു നമ്മെ അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ
വിശുദ്ധനായിടുവാൻ തിരു തേജസ്സാൽ നിറച്ചിടുക. നിൻ പാതെ നടന്നിടുവാൻ നയിച്ചിടുക എന്നുമെന്നും. ലോകം കാണുവാൻ എന്നിൽ യേശുവേ തിരുഭാവം എന്നെന്നുമേ. ലോകം കാണുവാൻ എന്നിൽ യേശുവേ തിരുഭാവം എന്നെന്നുമേ. വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും. ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും. ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ നമുക്ക് വായിക്കാം. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. കർത്താവ് എടുത്ത തീരുമാനം, ഇനി ഞാൻ ഇരിക്കുന്നില്ല, എൻ്റെ സമയമായി. അടുത്തത്, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവർ നമ്മെപ്പോലെ ഒന്നാകണം. യേശു പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ കുറച്ച് സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു, ഇപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. കാരണം നമ്മൾ ഒന്നായതുകൊണ്ടാണ്. രണ്ടു പേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും എന്ന് നമ്മൾ വായിക്കുന്നു. പിതാവ് സ്വർഗത്തിലും പുത്രൻ ഭൂമിയിലും, എന്നിട്ട് അവർ ഒന്നിച്ച് നടന്നു. നടക്കാൻ കഴിയുമല്ലോ. ഹാനോക്ക് 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലാണ് ഹാനോക്ക് നടന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ മനസ്സ് വെച്ചാൽ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് ഹാനോക്കിൻ്റെ കൂടെ നടക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം. വേണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാം. ദൈവം തയ്യാറാണ്. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ നടക്കുമായിരുന്നല്ലോ. നീ നടക്കുന്ന കാലൊച്ച ഞാൻ കേട്ടെന്നല്ലേ ആദാം പറയുന്നേ.
പാപം ചെയ്തിട്ടും ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കാനുള്ള ഇന്ദ്രിയം അവനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയും. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം. ദൈവം പറഞ്ഞു, തയ്യാറാണ്. ഏതു മനുഷ്യനും ദൈവത്തിൻ്റെ കൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ ദൈവം അതിന് സമ്മതിക്കും. ദൈവം അതിനു വേണ്ടിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിന് ഭൂമിയിൽ നടക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാ മനുഷ്യനെ അതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ പോയി. എന്നാൽ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ആരാഗ്രഹിക്കുന്നു അവരുടെ കൂടെ ദൈവം നടന്നിരിക്കും. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി അവരൊരുമിച്ച് നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവം വന്നു, അബ്രഹാം വന്നു. ദൈവം പോയി, അബ്രഹാം പോയി. അവർ ഒരു സ്ഥലത്തൊക്കെ ഒരുമിച്ച് നിൽക്കുമായിരുന്നു. ദൈവം അബ്രഹാം പാർക്കുന്ന വീട്ടിൽ വേഷം മാറി വന്നില്ലേ? മമ്രയുടെ തോപ്പിൽ അബ്രഹാമും സാറയും ഉണ്ടാക്കി വെച്ച ഭക്ഷണം മുഴുവനും കഴിച്ചിട്ടല്ലേ അവർ പോയത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വേഷം മാറി വന്നില്ലേ? യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്ന്, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് എന്നെ സ്വീകരിച്ചാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോട്, അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കും, ഒരുമിച്ച് സന്തോഷം പങ്കുവെക്കും, ഒരുമിച്ച് സല്ലപിക്കും, ഒരുമിച്ച് സംസാരിക്കും, ഒരുമിച്ച് ഹൃദയം പങ്കുവെക്കും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആരെങ്കിലും, അത് എത്ര വിദ്യാഭ്യാസമുള്ളവനെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല, ഇത്രയും ക്വാളിഫിക്കേഷൻ വേണമെന്ന് എഴുതിയിട്ടില്ല. ആര് കതവ് തുറക്കുമോ അവൻ്റെ കൂടെ ഞാൻ എല്ലാ വാതുക്കലും മുട്ടും. എല്ലാ വാതുക്കലും മുട്ടിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ്. ഒരാളുടെ കൂടെ ഒരു കൂട്ടായ്മ ആചരിക്കും. ഹാനോക്കിൻ്റെ കൂടെ കൂട്ടായ്മയാണ്. ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ആര് മനസ്സ് വെക്കുന്നോ അവരുടെ കൂടെ ദൈവം നടന്നിരിക്കും. ഈ ഭൂമിയിൽ ദൈവം അങ്ങനെ ചിലരെ കാണുന്നു. അത് നമ്മളാണ്, അത് ഞാനാണെന്ന് ഞാൻ പറയുന്നു, അത് നിങ്ങളാണെന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയണം. എൻ്റെ കൂടെ നടക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ഞാൻ ഇന്നു മുതൽ ദൈവത്തിൻ്റെ കൂടെ നടക്കും. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ കൂടെ പിതാവും കൂടിയുണ്ട്. രണ്ടുപേരും കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എന്നോട് പറയുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ പിതാവ് എന്നെ കാണിച്ചു തരുന്നു, ഞാനത് ചെയ്യുന്നു. എൻ്റെ പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഞാനും മരിച്ചവരെ ഉയർപ്പിക്കുന്നു. വളരെ സിമ്പിൾ. കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്. പൗലോസ് ലേഖനത്തിൽ പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനെല്ലാം അവനുമായി ഏക ആത്മാവാണെന്ന്, ഒന്നാണെന്ന്. ഭാര്യയോട് പറ്റിച്ചേരുന്നവർ അവർ തമ്മിൽ ഒരു ശരീരമാണെന്നാണ്. അവരൊരാത്മാവല്ല. മരണം കൊണ്ട് വിവാഹബന്ധം തീരും. എന്നാൽ കർത്താവിനോട് പറ്റിച്ചേരുന്ന ഒരാത്മാവാണ്. മരണത്തിനപ്പുറവും ഈ ബന്ധം അങ്ങോട്ട് തുടരുകയാണ്. പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നാകട്ടെ. അതാണ് യേശു പറയുന്നത്. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാക്കണമേ. നമ്മെപ്പോലെ ഒന്നായി മാറണം. യൂണിറ്റി, ഒരു മനസ്സ്, ഒരേ വാക്ക്, ഒരേ അഭിപ്രായം, ഒരേ ചിന്താഗതി. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഭൂമിയുടെ ചിന്താഗതിയിലല്ല പോയത്, പാർത്ഥദേശത്തിൻ്റെ സംസ്കാരത്തിലുമല്ല. യേശു ഇടക്ക് പറയാണ്, അവരെന്നാ ഓർക്കും പത്രോസേ, ഇവരെന്നാ ഓർക്കും, നമ്മളിങ്ങനെയൊക്കെ നടക്കാമോ? പത്രോസേ, മറ്റുള്ളവരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കേണ്ട, അതുകൊണ്ട് പത്രോസ് വീട്ടിൽ പോയിക്കോ. പൗലൂസേ, മറ്റുള്ളവരെന്നാ ഓർക്കും. യേശു അങ്ങനെ പറഞ്ഞു. എന്നാൽ നമ്മൾ കൂടെ കൂടെ പറയുന്നൊരു വാക്കാണ്, അവരെന്തോർക്കും. അവരെ ഓർപ്പിക്കാൻ, അവർ നല്ലത് ഓർക്കാനും, നിങ്ങളെന്തെല്ലാം നല്ലത് ചെയ്താലും അവർ ചീത്തയെ ഓർക്കും.
നിങ്ങൾ വിശ്വാസത്തിലോട്ട് വരുമ്പോൾ അവർ പറയും ഇവരെന്തോ കാര്യസാധ്യത്തിന് വന്നാണ്. പിന്നെ ഇവർ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ ലോകം പറയും ഇവർക്ക് അവിടെ നിന്ന് നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് അവർക്ക് ആരൊക്കെയോ അവരുടെ പള്ളിയിൽ നിന്ന് നല്ല സഹായമുണ്ട്, വീട് വെച്ച് കൊടുക്കാന്നാ പറയും, പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമെന്ന്. ആര് ചെയ്യാനാണ്? നിങ്ങൾ പ്രൈസ് ജനറേഷനിലോട്ട് വാ, ഞങ്ങൾ ആർക്കും വീടൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ആരും അങ്ങനെ സഹായിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം നമുക്കാരും അങ്ങനെ തരുന്നില്ലല്ലോ. എല്ലാവരും വിശ്വാസത്താൽ ജീവിക്കുകയാണ്. എല്ലാ കൂട്ടായ്മയിലും വരുന്നവർ അവർ ജോലിക്ക് പോകുന്നു, അവർ കഷ്ടപ്പെടുന്നു, ജീവിക്കുന്നു. അവരുടെ ഒരു ഭാഗം 10% അവർ ദൈവരാജ്യത്തിൽ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ദൈവസഭകൾ മുന്നോട്ട് പോകുന്നത്. ദൈവം അവരെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു വിഹിതം അവർ സഭയ്ക്ക് തരുന്നു. അങ്ങനെ എല്ലാവർക്കും തരാൻ കഴിയാറില്ല, പലർക്കും അത് അറിയില്ല, അറിയുന്നവർ ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് ആരും തന്നാലും തന്നില്ലെങ്കിലും കേടുവരില്ലെന്ന് ഞാൻ നീണ്ട വർഷങ്ങളായി പഠിച്ചു. ആരും തരാത്ത ചില സമയങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവം വേറൊരു വഴിക്ക് വാതിൽ തുറക്കും. കൂടെയുള്ളവർ സഹായിക്കാതെ വരുമ്പോൾ, മനഃപൂർവ്വം സഹായിക്കാൻ ഉണ്ടായിട്ട് സഹായിക്കാതെ വരുമ്പോൾ, മറ്റൊരിടത്ത് നിന്ന് മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞ പോലെ യഹൂദന് നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് വേറെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് നിന്ന് ഉദ്ധാരണമുണ്ടാകും. അതായത് യേശുവിൻ്റെ സഭയ്ക്ക് എവിടെ നിന്നെങ്കിലും ഒരു വഴി തുറക്കും. കോവിഡ് കാലത്ത് ഒരു മാർഗവുമില്ലായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകും? ഒരു മാർഗവുമില്ല, ഒരു മാർഗവുമില്ല. ആലപ്പുഴയിലെ സഭ എങ്ങനെ മുന്നോട്ട് പോകും? സഭയിലുള്ള ആർക്കും ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ല. ചർച്ച് നിലനിർത്തണം. 2-ലധികം വർഷം ചർച്ച അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. പല ദൈവദാസന്മാരും വേല എല്ലാം നിർത്തി പച്ചക്കറി കച്ചവടവും മീൻ കച്ചവടവും പലതിനും പോകേണ്ടി വന്നു. കാരണം വേറെ മാർഗമില്ലാതെ പോയി. ഞങ്ങളെപ്പോലെയുള്ള പലർക്കും അങ്ങനെ ഇട്ടേച്ചിറങ്ങി പോകാൻ പറ്റുമോ? ഇല്ല. പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു. അറിയാത്ത ഒരു വ്യക്തി, വിശ്വാസിയ അല്ല, അറിയാത്തൊരു വ്യക്തി 2-ലധികം വർഷം എല്ലാ ആഴ്ചയും പൈസ അയച്ചു തരും. അദ്ദേഹം വിശ്വാസിയല്ല, ഒരു മലപ്പുറംകാരൻ. ഇന്ന് വരെ അറിയില്ല. എനിക്ക് അദ്ദേഹത്തെ ഞങ്ങളുടെ സഭയിൽ ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. എല്ലാ ആഴ്ചയും പൈസ അയച്ചു തരും. ചർച്ചിൻ്റെ കാര്യങ്ങൾക്ക് മുഴുവനും അദ്ദേഹം പൈസ അയച്ചു. 2-ലധികം വർഷം. ലോക്ക്ഡൗൺ കഴിഞ്ഞു, അദ്ദേഹം ആരാണെന്ന് പോലും അറിയില്ല. ഇന്ന് വരെ ഞങ്ങൾക്കറിയില്ല, ഇന്ന് വരെ ഞങ്ങൾ വിളിച്ചിട്ടുമില്ല. അതാണ് കർത്താവ്. എവിടെ നിന്നെങ്കിലും ദൈവം ഒരു വാതിൽ തുറക്കും, എവിടെ നിന്നെങ്കിലും. യേശുവിൻ്റെ സഭയുടെ പ്രത്യേകത അതാണ്. യേശുവിൻ്റെ രാജ്യത്തിന് യാതൊരു കേടും ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർ, ദൈവത്തോട് പറ്റിച്ചേരി നിൽക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരില്ല. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും കുറവല്ല. കർത്താവുണ്ടോ, നമ്മുടെ കാര്യങ്ങളെല്ലാം ജയമായിരിക്കും. നാം കർത്താവിൻ്റെ കൂടെ ഒന്നായിരിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ യേശുവേ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കണം. കിടക്കുമ്പോൾ യേശുവേ എന്ന് പറഞ്ഞ് കിടക്കണം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും യേശുവായിരിക്കണം. പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണം. നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. നമ്മൾ ഒന്നായിരുന്നു. നീ സ്വർഗത്തിലിരുന്നു കൊണ്ട്, ഞാൻ ഭൂമിയിലിരുന്നു കൊണ്ട് ഒന്നായിട്ട് ജീവിച്ചു. ഇതുപോലെ അവരെയും ഒന്നാക്കണമേ. ജയാളികളാക്കണേ എന്നതിൻ്റെ അർത്ഥം. അങ്ങ് കൂടെ ഇരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശക്തീകരിച്ചതുപോലെ അവരെ ശക്തീകരിക്കണം. യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ട് പരാജയം കണ്ടിട്ടില്ല. എന്നെ പരാജയപ്പെടുത്താൻ പിശാചും മനുഷ്യരും നോക്കി, മതങ്ങൾ നോക്കി, പുരോഹിതന്മാർ നോക്കി, രാജാക്കന്മാർ നോക്കി,
ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഹേരോദാവിന് എന്നെ കൊല്ലാൻ കഴിഞ്ഞില്ല, പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം പിതാവേ, ഞാനും നീ ഒന്നാണ്. അങ്ങറിയാതെ എന്നിൽ ഒന്നും സംഭവിക്കില്ല. ഇതുപോലെ തന്നെ നീ എനിക്ക് തന്ന ഇവരെയും അതുപോലെ കാത്തുകൊള്ളണമേ. യേശു ഉണ്ടോ? പിതാവ് നമ്മുടെ കൂടെയുണ്ട്. യേശു ഉണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഒരാൾ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് യേശുവിനെ കൈക്കൊള്ളുന്നത്. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ ക്രിസ്തു എന്ന് പറയാൻ ആർക്കും കഴിയില്ല. യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഉടനെ പിതാവ് കൂടെ എത്തിക്കഴിഞ്ഞു. പിതാവും ഒന്നിച്ച് വാസം ചെയ്യുന്നു. എത്ര വലിയ ഒരു പദവിയാണ്! ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, ഒരിക്കലും തോറ്റുപോകാൻ കഴിയാത്തൊരു മാർഗം, ദൈവത്തോടുകൂടെ ഒന്നായി നടക്കുന്നത്. ആ യൂണിറ്റിയിൽ, ഐക്യമത്യത്തിൽ ദൈവത്തിനോട് ചേർന്ന് നടക്കുന്ന ഒരു ജീവിതം അനുദിനം കെട്ടിപ്പണിയാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ വചനങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് നന്ദി. യേശുവേ, അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ പിതാവുമായിട്ട് ഐക്യമത്യപ്പെട്ട് ഒരു മനസ്സോടെ ഒന്നായി പ്രവർത്തിച്ച് വേഗത്തിൽ വേല പൂർത്തിയാക്കിയതുപോലെ ഞങ്ങൾക്കും ഈ ഭൂമിയിൽ പിതാവിനോട് ചേർന്ന് ഐക്യമത്യപ്പെട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ചെയ്യേണ്ട വേലകളെല്ലാം വേഗത്തിൽ ചെയ്ത് വിശ്വാസം സംരക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വലിയ ഒരു ജയത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണം. ഇത് കേൾക്കുന്ന എല്ലാവരും ആരും നിരാശപ്പെടാനിടയാകാതെ എല്ലാവരും ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കട്ടെ. ഈ വീടുകൾ അത്ഭുതങ്ങളാകട്ടെ. ഇവരിൽ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. മനസ്സ് സൗഖ്യമാകട്ടെ, ശരീരം സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ സാമ്പത്തിക മേഖലകളിലെല്ലാം ഒരു അഭിവൃദ്ധിയെ ഞാൻ എല്ലാ ദിവസവും കൽപ്പിച്ചാക്കുന്നു. അതങ്ങനെ തന്നെ ഇത് കേൾക്കുന്നവരിൽ ഉണ്ടാകട്ടെ. വലുത് സഫലവുമായ വാതിലുകൾ തുറക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.